ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊച്ചിൻ പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല ഒരു പോളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും കേട്ടോ. അതിന് ഇവിടെ 3 പൊട്ടറ്റോ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. സ്കിന്നൊക്കെ കളഞ്ഞ് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇത്തിരി കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. മല്ലിയിലയും കൂടെ വേണേൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് പോരാത്തത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരിത്തിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അത് കഴിയുമ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം തളിച്ചെടുത്തിട്ട് അത് കുഴച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒറ്റ ട്രിപ്പിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം പോലെ ആയി പോവും. പിന്നെ നമുക്ക് ആ കൺസിസ്റ്റൻസി നമുക്ക് ശരിയാവില്ല, ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം തളിച്ച് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് ഇത്തിരി എണ്ണ തടകി ഒരു 5 മിനിറ്റ് വയ്ക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് 2 തരത്തിൽ ഇത് പരത്തിയെടുക്കാം കേട്ടോ. അത് രണ്ടും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തി പരത്തുന്ന ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുത്തിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് പരത്തണ്ട. സൈഡൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഞാനിപ്പോൾ കാണിച്ചില്ലേ അതുപോലെ പരത്തിയെടുക്കുക. അത് അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടി ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട്, ഗോതമ്പ് പൊടി തൂക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ബോൾ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ട്രെങ്ത് കൊടുത്ത് പരത്തണ്ട. കുറച്ച് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അങ്ങനെ എടുത്ത് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന റൈത്തയോ അല്ലെങ്കിൽ നമുക്ക് ചട്നി ഏത് വേണമെങ്കിലും, പുതിന ചട്നിയോ മല്ലിയില ചട്നിയോ ഏതാ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നമുക്ക് സൈഡ് ഡിഷായിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് പൊറോട്ട വന്നിട്ടില്ലേ, ആലു പൊറോട്ട സോഫ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ഇതൊരു വലിയ റെസിപ്പി ആയിട്ടൊന്നും കാണണ്ട. പൊട്ടറ്റോ പുഴുങ്ങണ ടൈം മാത്രം മതി. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ്